ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്പോ F50 ഹാൻഡ്സെറ്റാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ലോഗോ റീസ്റ്റാർട്ട്. ഓൾറെഡി വേറെ ഷോപ്പിൽ നിന്ന് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് റിട്ടേൺ ചെയ്ത ഹാൻഡ്സെറ്റാണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ CPU ഡ്രൈ ഷോൾഡർ ആയതാണ്. അപ്പോൾ CPU റീബോൾ ചെയ്ത് റീഫിക്സ് ചെയ്താൽ ഈ കംപ്ലൈൻറ്റ് സോൾവ് ആവും. അപ്പോൾ നമുക്ക് CPU റീബോൾ ചെയ്ത് റീഫിക്സ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള കംപ്ലൈൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. 100% ഗ്യാരണ്ടിയിൽ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മൾ CPU റീബോൾ ചെയ്യാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് CPUവിൻ്റെ 4 വശത്തുള്ള ഗ്ലൂ കട്ട് ചെയ്ത് ഒഴിവാക്കലാണ്. ഈ ഓപ്പോയുടെ സെറ്റിന് ചില സെറ്റിന് ഗമ്മ് വരുന്നത് വളരെ ഹാർഡ് ഗമ്മാണ് വരിക. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓവർ പ്രഷർ കൊടുക്കാതെ മെല്ലെ മെല്ലെ കട്ട് ചെയ്തെടുക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻ്റ് ആവും, ബോർഡിൻ്റെ കണക്ഷൻസ് കട്ടായി പോകും. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ 250 ടെമ്പറേച്ചറും 50 എയറുമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഗ്ലൂ ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CPU റിമൂവ് ചെയ്യാം. CPU റിമൂവ് ചെയ്യാനായിട്ട് ബ്ലോവറിൽ 360 ടെമ്പറേച്ചറും 50 എയറുമാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് വേണം നമ്മൾ ഹീറ്റ് അടിക്കാൻ, ഇല്ലെങ്കിൽ ബോർഡ് ബൾജാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഹീറ്റ് അടിച്ച് അത്യാവശ്യം സമയം എടുക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹാർഡ് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തിട്ടാണ് നമ്മളിത് പൊക്കിയത്. അപ്പോൾ മെല്ലെ പൊക്കി നോക്കാം. പതുക്കെ എല്ലാ ഭാഗത്തും പൊക്കി എടുക്കാൻ ശ്രമിക്കുക. ഡയറക്റ്റ്ലി ഒറ്റയടിക്ക് പൊക്കിയെടുക്കരുത്, പ്രിൻ്റ് ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മുടെ CPU വളരെ പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് വരുന്നത് ബോർഡ് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ പഴയ ലെഡൊക്കെ നമുക്ക് അയൺ വെച്ച് ക്ലീൻ ചെയ്യാം. ഈ പഴയ ലെഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്ലൂ കട്ട് ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ആദ്യം തന്നെ എല്ലാ ലെഡും റിമൂവ് ചെയ്യുക. അപ്പോൾ ലെഡ് റിമൂവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തുള്ള കമ്പോണൻസിൽ ടച്ച് ആവരുത്. ടച്ച് ആയാൽ ആ ലെഡിന് കൂടെ കമ്പോണൻസ് മിസ്സാവും. അപ്പോൾ നമുക്കത് ഡബിൾ പണിയാവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോർഡ് ഗ്ലൂ റിമൂവ് ചെയ്യലാണ്. അപ്പോൾ ഗ്ലൂ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഗ്ലൂ റിമൂവ് ചെയ്യാം. അപ്പോൾ എൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക, അടുത്തുള്ള കമ്പോണൻസ് തമ്മിൽ ടച്ച് ആവാതെക്കാൻ. അപ്പോൾ പതുക്കെ മാത്രം കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഗ്ലൂ കട്ട് ചെയ്തെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഹാർഡ് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ ബോർഡ് ഡാമേജ് ആവും, പ്രിൻ്റ് ഡാമേജ് ആവും, അങ്ങനത്തെ പല പ്രോബ്ലംസും വരും. അപ്പോൾ അത്യാവശ്യം സമയം എടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. മാക്സിമം സമയം എടുത്തോളൂ. ഈ വീഡിയോ അത്യാവശ്യം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യുന്ന മാതിരി തോന്നുന്നത്. സമയമെടുത്ത് വളരെ ലൈറ്റായിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഗ്ലൂ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോർഡ് നല്ലപോലെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ് വരാം. വിഗ് വെച്ച് ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വിഗ് വെച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അയണിൽ ഒരു 350 ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ വിഗ് വെച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. വിഗ് വെച്ച് ബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ ഓവർ പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഡാമേജ് ആവും, പ്രിൻ്റ് ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ പല പ്രോബ്ലംസ് വരും. അപ്പോൾ എടുത്തുള്ള കമ്പോണൻസിലും തട്ടാതെ വളരെയേറെ സൂക്ഷിച്ച് മാത്രം ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് ആരും ട്രൈ ചെയ്യരുത്. പെട്ടെന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോർഡ് ഡാമേജ് ആവും, അങ്ങനെ പല പ്രോബ്ലം വരും. സമയമെടുത്ത് വളരെ സാവകാശം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വിഗ് വെച്ച് എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഗ്ലൂ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ വളരെ വൃത്തിയായിട്ട് ബോർഡ് ക്ലീൻ ചെയ്യുക. പിന്നെ കുറച്ച് ഗമ്മ അവിടെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ക്ലീൻ ചെയ്യാൻ വളരെയേറെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വിഗ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ചില ഗമ്മ് ഫുള്ളായിട്ട് റിമൂവ് ആകാത്തത്. അപ്പോൾ നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ആ ഭാഗങ്ങളും
ക്ലീൻ ചെയ്തെടുക്കുക. നമ്മൾ CPU എല്ലാ വശവും നോക്കുക. ഏതെങ്കിലും വശത്ത് ഗമ്മ് നിൽക്കുന്നുണ്ടെങ്കിൽ ബോർഡിൻ്റെ അത് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ റീഫിക്സ് ചെയ്യുമ്പോൾ അവിടെ ഗമ്മുണ്ടെങ്കിൽ ബോർഡിലേക്ക് CPU പെർഫെക്റ്റ് ആയിട്ട് റീഫിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ എടുത്ത പണിയെല്ലാം വെറുതെ ആവും. അപ്പം വീണ്ടും നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബോർഡ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് CPU ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് CPU ക്ലീൻ ചെയ്ത് നോക്കാം. CPU ക്ലീൻ ചെയ്യാനായിട്ട് തന്നെ ആദ്യം തന്നെ CPU മേലുള്ള എല്ലാ ലെഡും മെല്ലെ റിമൂവ് ചെയ്യാം. അതൊക്കെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. CPU പ്രിൻ്റ് ഡാമേജ് ആകരുത്. CPU പ്രിൻ്റ് ഡാമേജ് ആയാൽ പിന്നെ കുറച്ച് റിസ്ക് ആണ്. അത് റെഡിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെഡൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ കട്ട് ചെയ്തെടുക്കാം. ഗ്ലൂ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ 260-50 ആണ്. അപ്പോൾ പതുക്കെ മാത്രം ഗ്ലൂ കട്ട് ചെയ്തെടുക്കുക. ഇത് ഹാർഡ് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നല്ല സമയം എടുത്തിട്ട് ആണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. കാരണം ഹാർഡ് ഗ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഓവർ പ്രഷർ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഡാമേജ് ആവും CPU. അപ്പോൾ എന്താ ഓവർ പ്രഷർ കൊടുക്കാതെ ലൈറ്റായിട്ട് ഓരോരോ ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ വിക്കിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വിക്കിട്ട് ക്ലീൻ ചെയ്യാണ്. ഓവർ പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. CPU ക്ലീനിങ് ഏകദേശം നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ലിക്വിഡ് ഇട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് അടുത്തത് CPU റീബോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ CPU റീബോൾ ചെയ്യാൻ പോവാണ്. സ്റ്റെംസിൽ CPU മേലെ വെച്ചതിന് ശേഷം മെക്കാനിക്കിൻ്റെ 180 PPD ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ PPD എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് നമ്മൾ ആ PPD ഒന്ന് ഡ്രൈ ആക്കുക. കാരണം ഓവർ മെൽട്ടായി PPD നിന്ന് കഴിഞ്ഞാൽ നമ്മൾ റീബോൾ ചെയ്യുമ്പോൾ ഈ ബോൾസൊക്കെ പുറത്തേക്ക് റിമൂവ് ആയി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് PPD ഡ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റീബോൾ ആയി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീബോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് വെച്ച് അതിൻ്റെ മേലെ ഒന്ന് കട്ട് ചെയ്ത് സെക്കൻഡ് ടൈം ഒന്നും PPD അപ്ലൈ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ചില ബോൾസ് ഒട്ടിയിട്ടുണ്ടാവില്ല, ചില ബോൾസ് ഹൈറ്റ് കുറവായിരിക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൈം PPD അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഏകദേശം റെഡി ആവും. അപ്പോൾ രണ്ട് ടൈം നമ്മൾ PPD അപ്ലൈ ചെയ്ത് റീബോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അഗെയിൻ നമ്മൾ റീബോൾ ചെയ്ത് കഴിയുമ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ബ്ലേഡ് ഉപയോഗിച്ച് വീണ്ടും അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബോൾസും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് CPU റീഫിക്സ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിലേക്ക് CPU റീഫിക്സ് ആവും. CPU റീബോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെക്സ് പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അതിന് മേലെ ഹീറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ബോൾസും പെർഫെക്റ്റ് ആയിട്ട് CPUലേക്ക് അതായത് ക്ലിയർ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ CPU റീബോളിംഗ് പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് CPU റീഫിക്സ് ചെയ്യലാണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ബോൾസും പെർഫെക്റ്റ് ആയിട്ട് റീബോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഫിക്സ് ചെയ്ത് നോക്കാം. CPU റീഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് റോസിൻ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം.
അപ്പോൾ നമുക്ക് CPU പെർഫെക്റ്റ് ആയിട്ട് ബോർഡിലേക്ക് വെക്കാം. CPU വെക്കുമ്പോൾ എല്ലാ സൈഡും പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടാണ് നമ്മൾ വെച്ചത് എന്ന് വളരെയേറെ ശ്രദ്ധിക്കണം. എല്ലാ പൊസിഷനും വളരെ പെർഫെക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഹീറ്റ് ബോർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇതിൽ വെക്കുന്നത് 350 50 ആണ് ഫിക്സ് ചെയ്യാനായിട്ട് ബ്ലോവറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലോവർ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ റൊട്ടേറ്റ് ചെയ്ത് ഹീറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബോർഡിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് CPU ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആവും. അപ്പോൾ നമുക്ക് ആ ഷെയ്ക്ക് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ട്യൂസർ വെച്ചിട്ട് ഒന്നുകൂടെ CPU ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ റീഫിക്സ് ചെയ്തതിന് ശേഷം CPU റീഫിക്സ് ചെയ്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതുപോലുള്ള കംപ്ലയിൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.